ജൂത വിഭാഗത്തിന്റെ ഉത്സവമായ ഹനൂക്കയിൽ ഡൽഹിയിലും ജാഗ്രത. ജൂത സ്ഥാപനങ്ങൾക്ക് നേരെ അടക്കം ആക്രമണ സാധ്യതയെന്ന കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ. പരിശോധന കർശനമാക്കാൻ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെൽ യൂണിറ്റുകൾക്ക് നിർദ്ദേശം നൽകി. അതിനിടെ ഓസ്ട്രേലിയയിൽ ഹനൂക്ക ആഘോഷത്തിൽ ആക്രമണം നടത്തിയ സാജിദ് അക്രം ഹൈദരാബാദ് സന്ദർശിച്ചതിന്റെ വിശദാംശങ്ങൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചു. അർജുൻ പീതാംബരൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അർജുൻ, ഗുഡ് മോർണിംഗ്. ജൂത സ്ഥാപനങ്ങൾക്ക് നേരെ ലോകത്താകമാനം ഇത്തരത്തിലൊരു ആക്രമണമാണോ പദ്ധതി ഇട്ടിട്ടുള്ളത്, അതോ ഇന്ത്യയിൽ മാത്രം കേന്ദ്രീകരിച്ചാണോ? വിശദാംശങ്ങൾ എന്ത്? മാത്രമല്ല, ഹൈദരാബാദുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്നതിന്റെ വിവരങ്ങളും കിട്ടിയല്ലോ അന്വേഷണ ഏജൻസിക്ക്. മൂത്തി, ഓസ്ട്രേലിയയിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലും സുരക്ഷ കർശനമാക്കാൻ പ്രത്യേകിച്ചും ഡൽഹി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ ഡിസംബർ 21 വരെയാണ് ജൂത വിഭാഗത്തിൻ്റെ ഈ ഹനൂക്ക ആഘോഷങ്ങളെല്ലാം തന്നെ നടക്കുന്നത്. അതുമായി കേന്ദ്രീകരിച്ച് തന്നെ ഡൽഹിയിൽ പ്രധാനമായിട്ടും ഈ ജൂത സിനഗോഗുകൾ, അതുപോലെ തന്നെ ഇസ്രായേൽ എംബസി തുടങ്ങിയിട്ടുള്ള കെട്ടിടങ്ങൾക്കും അതുപോലെ തന്നെ ഇടങ്ങൾക്കും എല്ലാം തന്നെ സുരക്ഷ കർശനമാക്കണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോഴെന്തായാലും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 15 ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റുകൾക്കും നിർദ്ദേശം നൽകി കഴിഞ്ഞു. ഈ സിനഗോഗുകളും അതുപോലെ തന്നെ ഇസ്രായേൽ എംബസി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പെട്രോളിംഗ് ശക്തമാക്കുക, സുരക്ഷ കൂട്ടുക, സുരക്ഷാ പരിശോധന അത് നടത്തുക എന്നുള്ള കാര്യം 21 വരെ എന്തായാലും വളരെ ജാഗ്രതയോടെ നീങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ ഈ ഭീകരാക്രമണത്തിന് സാധ്യതയുണ്ട്, ആ ഒരു ഭീഷണി ഇപ്പോൾ ഇന്ത്യയിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഒരു രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഈ ബോണ്ടി ഭീകരാക്രമണത്തിൻ്റെ പിന്നിലുള്ളവർ ഇന്ത്യൻ വംശജരാണ് എന്നുള്ള കാര്യം തെലങ്കാന DGP തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിനെ സംബന്ധിച്ച് അയാൾ സാജിദ് അക്രം ഇന്ത്യയിലേക്ക്, പ്രത്യേകിച്ചും ഹൈദരാബാദിലേക്ക് എത്തിയ നാളുകൾ, അത് കഴിഞ്ഞ ചില വർഷങ്ങൾ, പ്രത്യേകിച്ചും 2001, 2004, 2012, 2016 വർഷങ്ങളിൽ അദ്ദേഹം ഇന്ത്യയിൽ വന്നതും ചില വിവാഹ പരിപാടികളിലടക്കം പങ്കെടുത്തതും തിരിച്ചുപോയതിൻ്റെയും വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നതും. അതാണ് ഈ രഹസ്യാന്വേഷണ വിഭാഗവും അതുപോലെ തന്നെ ഹൈദരാബാദ് പോലീസും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്.